ഹായ് ഓൾ, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന പോർഷനാണ്. നമ്മുടെ ക്ലാസ് 8 CBSEയുടെ പോർഷനാണ്. ഇപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിലെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട് 1600, റേറ്റ് തന്നിട്ടുണ്ട് 8%, T is equal to 4 years. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് PRT/100 ആണ്. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ എത്ര രൂപയാണോ കടം കൊടുക്കുന്നത്, അപ്പോൾ ആ കടം കൊടുക്കുന്ന രൂപ അതെന്ന് പറയുന്നത് 1600. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8%. അപ്പോൾ 8/100. ടി എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സീറോയും കൂടി ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെച്ചാൽ മതി, 16ഉം 8ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ബാങ്കിൽ നിന്ന് ഇത്ര രൂപ കടം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം 4 വർഷം കഴിഞ്ഞാലും ആ സെയിം എമൗണ്ടിൻ്റെ പലിശ കൊടുത്തേച്ചാൽ മതി. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ 1600 റുപ്പീസിനാണ് കടം കൊടുത്തെങ്കിൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ചിലപ്പോൾ അത് 1700 ആവും. അപ്പോൾ 1700ൻ്റെ ഇൻട്രസ്റ്റ് ആണ് പിന്നത്തെ വർഷം നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത ഇയർ ഇപ്പോൾ 1800 ആണെങ്കിൽ 1800ൻ്റെ പലിശ അതിൻ്റെ ബാക്കി എമൗണ്ടും ആണ് തേർഡ് ഇയർ ആകുമ്പോൾ കൊടുക്കേണ്ടത്. ഫോർത്ത് ഇയർ ആകുമ്പോൾ 1900ൻ്റെ പലിശയുടെ ഇത് കൂട്ടിയാണ് വന്നത്. അപ്പോൾ ഒത്തിരി രൂപ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കടെ കടം കൊടുത്ത എമൗണ്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും, കാരണം ഒത്തിരി രൂപ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 16 × 8 × 4 എന്ന് പറയുമ്പോൾ 512 ആണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 512 ആൻഡ് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് 4 ഇയർ കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കൊടുക്കണം? 1600ൻ്റെ കൂടെ 512 ആയ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ 3840 റുപ്പീസാണ് നമ്മൾ 4 ഇയർ കഴിഞ്ഞ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യന് ഇതുപോലെ തന്നെയാണ് വന്നത്, വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട് 24,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4%, ടി തന്നിട്ടുണ്ട് 4 ഇയേഴ്സ്. ഇനി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ 2 സീറോസ് ക്യാൻസൽ ചെയ്യുക, പിന്നെ വരുന്ന ആൻസർ 240 × 4 × 4, അപ്പോൾ 3848. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ അകത്ത് അവരെടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,500 ആണ്. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. 8% പെർ ആനോ ആണ് എടുത്തേക്കുന്നത്. ഒരു വർഷം 8% ഇൻട്രസ്റ്റിൽ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 10,500. പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ എഴുതാം. P 10,500, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%, N 2 ഇയേഴ്സ്. ഇനി നമുക്കിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്നാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല വരുന്നത്, ആദ്യം നമുക്ക് എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ നമുക്ക് ഡയറക്റ്റ്ലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എമൗണ്ട് ആണ്. എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല P × 1 + R/100 ഹോൾ റേസ് ടു N. അപ്പോൾ P എന്ന് പറയുന്നത് 10,500 × 1 + 8/100 ഹോൾ റേസ് ടു 2. വേണമെങ്കിൽ നമുക്ക് 1 + 8/100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 100 100 പ്ലസ് 1 × 8 8 ഡിവൈഡഡ് ബൈ 1 × 100 100. അപ്പോൾ നമുക്ക് 108/100 എന്ന് കിട്ടും. ഇതിൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 8നെയും 100നെയും അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. 8ൽ 100ലും 2 കോമൺ ആണ്. അപ്പോൾ 8/100 എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 4/50 കിട്ടും. അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 2/25 എന്ന് കിട്ടും. അപ്പോൾ അത് ചെയ്താലും മതി. അപ്പോൾ 10,500 × 1 + 2/25 ഹോൾ സ്ക്വയർ. 1 + 2/25 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 + 2 എന്ന് പറയുമ്പോൾ 27. അപ്പോൾ 10,500 ×
27/25 ഇൻറ്റു 27/25. നമുക്ക് 2 വട്ടം എന്ത് ചെയ്യണം, ഈ 27/25 സ്ക്വയർ 2 വട്ടം എടുക്കണം, കാരണം അത് സ്ക്വയർ ആയത്. ഇനി നമ്മൾ ഈ 25-ൽ നിന്ന് ഇതും കൊണ്ട് ക്യാൻസൽ ചെയ്യുക, അടുത്തതും ക്യാൻസൽ ചെയ്യുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 12,247.20. നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡെസിമൽ ആയിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിലത്തെ ഫോർമുല, നമുക്ക് എത്രയാണോ എമൗണ്ട് വന്നിരിക്കുന്നത് അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 12,247.20-ൽ നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം, 10,500 സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0.00 എന്ന് എഴുതുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 0 - 0 0, 2 - 0 2, 7 പോയിന്റ് ഇടുക, പിന്നെ 7 4, പിന്നെ 7 1. ഇതായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി 4th ക്വസ്റ്റ്യനിൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ് വന്നത്. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹5,000 for 3 years at 11% per annum compounded annually. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ കൊടുത്തേച്ചാൽ മതി. അവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 rupees ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 11% ആണ്. അപ്പോൾ നമ്മൾ 5,000 ഇൻറ്റു 1 + 11/100 all raised to 3. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ 5,000 ഇൻറ്റു 100 + 11 എന്ന് പറയുമ്പോൾ 111/100 ഇൻറ്റു 111/100 ഇൻറ്റു 111/100. ഇത് 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യുക. ഇനി എന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എമൗണ്ടും പ്രിൻസിപ്പളും കൂടി സബ്ട്രാക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റിതിമ 3,600 rupees ഡെപ്പോസിറ്റ് ചെയ്തു. 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് 3 ഇയേഴ്സിൽ. ഇതുപോലെ തന്നെ 3,600 ഇൻറ്റു 1 + 10/100. 10/100ൽ വേണമെങ്കിൽ നമുക്ക് ഈ 0യും 0യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 + 1/10 എന്ന് വരും, ദാറ്റ് ഈസ് 11/10. അപ്പോൾ നമുക്ക് എഴുതാം 3,600 ഇൻറ്റു 3 വർഷത്തേക്കാണ് 11/10 ഇൻറ്റു 11/10 ഇൻറ്റു 11/10. ഈ 0യും വെട്ടാം, ഈ 0യും വെട്ടാം. 11 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 121. അപ്പോൾ 36ഉം 121ഉം 11ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യും. 4th ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കണ്ടുപിടിക്കാനാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് P തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 109/100 ആണ് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 5th ക്വസ്റ്റ്യനിൽ 6% എന്ന് പറയുമ്പോൾ 1 + 6/100 വേണമെങ്കിൽ ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ 3/50 എന്ന് കിട്ടും. അപ്പം 53/50 ഇൻറ്റു 53/50 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഇനി 7th ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സും ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. 8th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതൊക്കെ ഹോംവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം 25,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7%. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 107/100 കിട്ടും. അതിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഇത് ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആൻസർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതങ്ങ് നോക്കി വെച്ചാൽ മതി. അടുത്തതിൽ 5,000 rupees 4 years 12% ആണ്. ഇതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 12/100നെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6/50 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/25 എന്ന് കിട്ടും. 3/25നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5,000 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 100 4 ടൈംസ് ഡിവൈഡ് ചെയ്യുക. ഇവിടത്തേലും ഇത് 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 11/10 കിട്ടും. 11/10 5 ടൈം മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ സെയിം ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12% നമുക്ക് 12/100 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.12 എന്ന് എഴുതാം. അതിനെ 4 ടൈം മൾട്ടിപ്ലൈ ചെയ്യുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 12th ക്വസ്റ്റ്യൻ്റെ അകത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ട്. ഇതും ഡയറക്റ്റ്ലി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി.
അപ്പോൾ നമുക്ക് എമൗണ്ട് 7247.30 കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2747.30 കിട്ടും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസിലെ വാല്യൂസ് തന്നേക്കുന്നത്. എപ്പോഴും അങ്ങനെ ഡയറക്റ്റ് ചെയ്തില്ല. ചിലപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അറിയാം, PRT/100 ആണ്. അതിൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100i ഡിവൈഡഡ് ബൈ RT = P. ഈ ഫോർമുലയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ P കണ്ടുപിടിക്കാൻ 100i/RT. ഇനിയിപ്പോൾ R കണ്ടുപിടിക്കാനാണെങ്കിലോ, R കണ്ടുപിടിക്കാനും 100i/PT, 100i/PT. പിന്നെ ഇനിയിപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാനും എന്ത് ചെയ്ത് വെച്ചാൽ മതി, 100i/PR. ഇങ്ങനെ നമുക്ക് ഓരോ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.